മറ്റൊരു വാർത്ത കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ് വെള്ളാരംപാറയിലെ പോലീസ് ഡംപിംഗ് യാർഡിൽ വൻ തീപിടുത്തം, വാഹനങ്ങൾ കത്തിനശിച്ചു. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റോഡിൽ ഗതാഗത നിയന്ത്രണം. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫിജി, ഒരു വലിയ ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ തളിപ്പറമ്പ് കുറുമാത്തൂർ വെള്ളാരംപാറയിലെ പോലീസ് വാഹന ഡംപിംഗ് യാർഡിലുള്ളത്. ഇവിടെ ഈ രാവിലെ 11 മണിയോടെയാണ് തീ പടർന്നത്. പെട്ടെന്ന് തന്നെ ഇത് ആളിക്കത്തുകയായിരുന്നു. സമീപത്തെ ഈ ഗ്രൗണ്ടിലെ പുല്ലിനാണ് ആദ്യം തീ പിടിച്ചത്. പിന്നീട് ഇത് ഈ ഗ്രൗണ്ടിലേക്ക്, വാഹനങ്ങളിലേക്കൊക്കെ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും തീ അണക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി ഫയർ യൂണിറ്റുകൾ അവിടെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചുകൊണ്ട് അവരും ഈ തീ അണക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ഇതുവരെ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല. 500-ലധികം വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ കണക്ക് കൃത്യമായി പോലീസിന് പക്കലില്ല. പക്ഷേ 500-ലധികം വാഹനങ്ങൾ കത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. തളിപ്പറമ്പ് ഡിവൈഎസ്പി വൻ പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സമീപത്തെ വാഹന ഗതാഗതമൊക്കെ തന്നെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. വലിയ ഉഗ്ര സ്ഫോടനത്തോടു കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ പൊട്ടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ധന ടാങ്കുകളിലേക്ക് തീ പടരുന്ന സാഹചര്യത്തിൽ പെട്രോൾ, ഡീസൽ ടാങ്കുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം. ഇതിനടുത്തേക്ക് ഫയർ എഞ്ചിനുകൾ, ഫയർഫോഴ്സിനും അതേപോലെ പോലീസിനും ഒക്കെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഏത് സമയവും പൊട്ടിത്തെറി ഉണ്ടാകും എന്ന ഒരു ഭയപ്പാടോടുകൂടി തന്നെയാണ് അവിടെ എല്ലാവരും ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നിരവധി വാഹനങ്ങൾ കത്തിയ ഒരു സാഹചര്യം, ഈ തീ അണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമീപത്തെ വാഹന ഗതാഗതം ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുള്ളത്. ഈ ഡംപിംഗ് യാർഡിന് ചുറ്റുമുള്ള പുല്ലിനാണ് ആദ്യം തീ പിടിച്ചത്. ഇവിടെ കഴിഞ്ഞ വർഷവും തീപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അശ്രദ്ധ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ വരികയാണ്. കാരണം എല്ലാ വർഷവും ഇങ്ങനെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. വലിയ തോതിൽ തീ ഇപ്പോഴും ആഴി പടർന്നുകൊണ്ടിരിക്കുകയാണ്. മനോജ്, ഇതൊക്കെ വിവിധ കേസുകളിൽപ്പെട്ട വാഹനങ്ങളല്ലേ? അതൊക്കെ കേസ് നടപടികൾ പുരോഗമിക്കുന്നവയും മറ്റുമല്ലേ? തീർച്ചയായും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, പയ്യന്നൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ വിവിധ കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ കൂടുതലും മണൽ ലോറികളാണ്. മണൽ ലോറികൾ, അപകടത്തിൽപ്പെട്ട കാറുകൾ, ബൈക്കുകൾ, ഇങ്ങനെ നിരവധി വാഹനങ്ങളാണ്. ബസ്സുകൾ, കുറച്ച് വാഹനങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10ഓളം വാഹനങ്ങൾ പെട്ടെന്ന് അവിടെ നിന്നും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ കത്തിയമരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ മിക്ക വാഹനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുകൾ, പുതിയ വാഹനങ്ങൾ ഉണ്ടോ എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ അവിടെ കുറവാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ചില വാഹനങ്ങളൊക്കെ തന്നെ മറ്റ് റോഡരികിലും മറ്റും സ്ഥലമില്ലാത്ത സാഹചര്യം വരുമ്പോൾ ഈ ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാറുണ്ട്. അങ്ങനെ പുതിയ വാഹനങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടോ എന്നതിന്റെ ഒരു വ്യക്തമായ വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പോലീസ് കാര്യത്തിൽ അല്പസമയം ഈ തിരക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കേസുകളെ ഒക്കെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതും ഇപ്പോൾ എല്ലാവരും വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഫിജി, തീർച്ചയായും മനോജ് മയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തളിപ്പറമ്പ് വെള്ളാരംപാറയിലാണ് സംഭവം. പോലീസ് ഡംപിംഗ് യാർഡിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. 500ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു എന്നാണ് മനോജ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.